ഹലോ, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് ഫ്ലാക്സ് സീഡ് ജെൽ എങ്ങനെ ഉണ്ടാക്കണമെന്നാണ്. ഇതിന് ഞാൻ ഫ്ലാക്സ് സീഡ്സ് കുറച്ച് എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ചെറിയ പാത്രം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് തുടങ്ങാം. ആദ്യമായിട്ടെന്ന് പറയുന്നത് ഫ്ലാക്സ് സീഡ് എടുക്കാം. ഫ്ലാക്സ് സീഡ് കടയിൽ മേടിച്ചതാണ്. അപ്പം ഞാനിവിടെ രണ്ട് വലിയ സ്പൂൺ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് 2-3 സ്പൂണ് നിങ്ങളുടെ മുടിയുടെ അളവ് അനുസരിച്ചിട്ട് നീളത്തിന് അനുസരിച്ചിട്ട് വേണം എടുക്കാൻ. പിന്നെ ഞാനിവിടെ കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട്. ഇനി കുറച്ചും കൂടി ഞാൻ എടുക്കുന്നുണ്ട്. അത് ഞാൻ ജെല്ല് ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാനാണ് പോകുന്നത്. ഇത് നമുക്ക് വിടാണ്ട് ഇളക്കി കൊടുക്കണം. ഇല്ലെങ്കിൽ അടി പിടിക്കും ഇത് ഫ്ലാക്സ് സീഡ്. അപ്പം നന്നായി ഇളക്കി കൊടുക്കണം നല്ലോണം. ചെറിയ ഒരു മീഡിയം തീയിലാണ് നമുക്ക് വെക്കേണ്ടത്. അപ്പോൾ ഫ്ലാക്സ് സീഡ്സ് ഉണ്ടാക്കുമ്പോൾ ഇത് ജെല്ല് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇതിൻ്റെ കൂടെ ഹെയർ പാക്ക് ഉപയോഗിക്കുമ്പോൾ ഇതിൻ്റെ കൂടെ ആലോവേറ ജെല്ല് ഉപയോഗിക്കാം. ഇല്ലെങ്കിൽ ഇത് തന്നെ ഹെയർ പാക്കായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഉലുവയുടെ കൂടെ ഉപയോഗിക്കാം. ഫ്ലാക്സ് സീഡ് നമുക്ക് നല്ല മുടി സംരക്ഷണത്തിന് നല്ല ഒരു ഹെൽത്തി ആയിട്ടുള്ള മുടി നമുക്ക് തരുന്നതാണ്. വെള്ളം ഒന്ന് കുറഞ്ഞു പോയി. അപ്പം ഇനി കുറച്ച് ഞാൻ എടുക്കുന്നുണ്ട്. സൈഡ് അടി പിടിക്കാണ്ട് ആണ് ഇളക്കേണ്ടത്. ഞങ്ങൾ ഈ ജെല്ല് എന്ന് പറയുന്നത് ഒരു ദിവസം വിട്ട് ഒരു ദിവസം, അതായത് ഇടവിട്ട ദിവസങ്ങളിൽ ഉപയോഗിക്കാവുന്നതാണ്. മുടിയിലത്തെ സ്കാൽപ്പ് ഇൻഫെക്ഷൻസൊക്കെ കുറയ്ക്കാനും, പിന്നെ നല്ല ബേബി ഹെയർസ് വരാനും, പിന്നെ മുടി നീളം വയ്ക്കാനും ഇത് ഫ്ലാക്സ് സീഡ് ഉപയോഗിക്കുന്നതാണ് മുടി സംരക്ഷണത്തിന്. ഇത് ജെൽ മാത്രമല്ല, ഇത് സ്മൂത്തിയിലും ഉണ്ടാക്കാവുന്നതാണ്. സലാഡ് സ്മൂത്തിയിലൊക്കെ നമുക്ക് ഉണ്ടാക്കി ഉപയോഗിക്കാവുന്നതാണ്. ഇത് നൈറ്റിൽ രാത്രി കിടക്കുമ്പോൾ ഈ ഒരു ജെല്ല് എന്ന് പറയുന്നത് നമുക്ക് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് തലയൊട്ടിയിൽ
തലമുടിയിലൊക്കെ ഡ്രൈനെസ് മാറാനും സ്പ്ലിറ്റ് എൻഡ്സ് കുറയാനും റഫ്നെസ്സൊക്കെ ഒന്ന് മാറ്റിയെടുക്കാനും മസാജ് ചെയ്തിട്ട് കിടക്കാവുന്നതാണ്. ഇല്ലെങ്കിൽ കുളിക്കുന്ന മുമ്പ്, ഇപ്പോൾ ചിലവർക്ക് നീർക്കെട്ടിൻ്റെ പ്രശ്നം ഉണ്ടാവും, അവർക്കൊക്കെ ഒരു 2 hours കുളിക്കുന്ന ഒരു 2 മണിക്കൂർ മുൻപ് ഇത് നന്നായിട്ട് മുടിയിൽ തടവി നന്നായി മസാജ് ചെയ്തിട്ട് വേണം നമുക്ക് കെട്ടി വയ്ക്കാവുന്നതാണ്. ഇത് ഷാംപൂ ഇടേണ്ട ആവശ്യമില്ല. ഇതെന്ന് വെച്ചാൽ ഈ ഫ്ലാക്സ് സീഡ് ജെൽ എന്ന് പറയുന്നത് നാച്ചുറൽ കണ്ടീഷണറായിട്ട് ഇത് ഞങ്ങളുടെ തലയോട്ടീനെ സംരക്ഷിക്കും. പിന്നെ നാച്ചുറൽ കണ്ടീഷണർ ആയത് കൊണ്ട് തന്നെ മുടിക്ക് നല്ലതാണ്. നമ്മൾ റൈസ് വാട്ടർ ഉപയോഗിക്കുന്നത് പോലെ, പിന്നെ നോർമൽ ഞങ്ങൾ ബേബി ഷാംപൂസൊക്കെ ഉപയോഗിക്കുന്നത് പോലെ തന്നെ ആണ് എഫക്റ്റീവ്നെസ്സാണ്, എഫക്റ്റ് തരുന്നതാണ് മുടിക്ക്. പിന്നെ ഉലുവ ചിലവർക്ക് ഫ്ലാക്സ് സീഡ് കിട്ടാത്തവർ ഉലുവ ഹെയർ പാക്ക് റെഗുലർ ഉപയോഗിക്കാവുന്നതാണ്. ഉപയോഗിക്കുന്നതിലൂടെ തന്നെ നമുക്ക് നല്ല മുടി കൊഴിച്ചിലും കൺട്രോൾ ആവുന്നതാണ്. പിന്നെ താരൻ്റെ ശല്യമൊക്കെ ഒന്ന് കുറഞ്ഞു കിട്ടുന്നതാണ്. ഈ ജെല്ല് ഫേസിലും ഉപയോഗിക്കാം. മുഖത്ത് ഉപയോഗിക്കുമ്പോൾ നോക്കിയിട്ട് വേണം ഉപയോഗിക്കാൻ. പിന്നെ ഞങ്ങൾ ഐസ് ക്യൂബ്സ് ഉപയോഗിക്കുന്നത് പോലെ തന്നെ രാത്രി കിടക്കുന്ന നേരത്തോ, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഡേ ടൈം എപ്പോൾ ടൈം കിട്ടണോ അപ്പോൾ മുടിയിലൊന്ന് തടവി കൊടുത്താൽ തന്നെ ഡാർക്ക് സർക്കിൾസ് മാറാനും ഇത് മുഖക്കുരു മാറാൻ, പിന്നെ ഓപ്പൺ പോർസ് ഒക്കെ ഉണ്ടാവും. ഫേസിന് ഒരു തിളക്കം കിട്ടുന്നതാണ്. ഇത് റെഗുലറായി ഫേസിൽ മസാജ് ചെയ്ത് വരുമ്പോൾ തന്നെ നമുക്ക് ഗ്ലോയിങ് സ്കിന്നും കിട്ടുന്നതാണ്. അപ്പോൾ ഈ ഫ്ലാക്സ് സീഡ്സ് കൊണ്ട് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. അതായത് മുടി സംരക്ഷണത്തിനും ഇത് നല്ല ഹെൽപ്ഫുള്ളാണ്. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ സ്കിൻ കെയറിനും നന്നായി ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ നമുക്ക് ഇപ്പോൾ ജെല്ലുണ്ടാക്കാൻ, ഈ DIYs ഒന്നും ഉണ്ടാക്കാൻ നേരമില്ല എന്ന് വെച്ചാൽ ഇത് ലഡ്ഡു പോലെ ഉണ്ടാക്കാം. അതായത് സൺഫ്ലവർ സീഡ്സ്, ഫ്ലാക്സ് സീഡ്സ്, പംകിൻ സീഡ്സൊക്കെ എടുത്തിട്ട്, പിന്നെ കാഷ്യൂനട്ട്, ബാദാം വേണമെങ്കിൽ അത് ഓപ്ഷണലാണ്, ഇട്ടിട്ട് നന്നായി വറുത്തെടുത്ത് കഴിഞ്ഞിട്ട് അരച്ചിട്ട് നമുക്ക് പൊടിച്ചെടുക്കാവുന്നതാണ്. പിന്നെ ഞങ്ങൾ ഈ എള്ളിൻ്റെ ഉണ്ട ഉണ്ടാക്കുമ്പോൾ പോലെ തന്നെ ഇതിൽ ഫ്ലാക്സ് സീഡൊക്കെ ഇട്ടിട്ട് പൊടിച്ചെടുത്ത മിശ്രണത്തിന് കുറച്ച് നെയ്യ്, പിന്നെ ഇത് വെല്ലം വേണമെങ്കിൽ ചേർക്കാം. നിങ്ങൾക്ക് എപ്പോഴും നല്ല സ്വീറ്റ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ വെല്ലം ചേർത്തിട്ട്, വെല്ലത്തിൻ്റെ ഒരു പാക്ക് ചേർത്തിട്ട് നമുക്ക് ഇത് ഉണ്ട കെട്ടിയെടുക്കാവുന്നതാണ്. അത് ഡെയിലി ഒരെണ്ണം കഴിച്ചുകൊണ്ട് വന്നാൽ തന്നെ നമുക്ക് ഹെയർ ഫോൾ കുറയും. പിന്നെ നല്ല തിളക്കത്തോടെ മുടി ഉണ്ടാവാൻ ഇത് സഹായിക്കും കേട്ടോ. ഇതിൽ നിങ്ങൾക്ക് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ഫ്ലാക്സ് സീഡ് ജെല്ല് ഉണ്ടാക്കുമ്പോൾ തന്നെ കുറച്ച് അരി ചേർത്തിട്ട് പിന്നെ ഉലുവ ചേർക്കാം. ഈ ജെല്ലിലൂടെ തന്നെ നല്ല മുടി വളരാനുള്ള ഒരു ഇത് മിശ്രിതം നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇത് ചേർത്തിട്ട് ഉണ്ടാക്കുമ്പോൾ ഞങ്ങൾക്ക് നാച്ചുറലായി മുടി വളർത്താനുള്ള ഒരു ഹെയർ മാസ്കും കിട്ടുന്നതാണ് നമുക്ക്.
ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവരും ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കുക ഫീഡ്ബാക്ക്. നിങ്ങൾക്ക് എങ്ങനെ വീഡിയോസ് വേണം എന്ന് പറയുന്നതൊന്ന് കമൻറ്റ്സിലൂടെ അറിയിക്കുന്നതാണ്. അറിയിച്ചാൽ എനിക്കൊന്ന് ഹെൽപ്ഫുള്ളാവും കേട്ടോ. ഇത് പാകത്തിൽ ഇത് ജെല്ല് രൂപത്തിലാവാൻ തുടങ്ങി. നന്നായി ചൂടായിട്ടുണ്ട്, ബോയിലാവുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ വിടാണ്ട് ഒന്ന് അടി പിടിക്കാണ്ട് തന്നെ നോക്കണം. ഞാനൊന്നും DIYs ചെയ്യാത്തതെന്ന് വെച്ചാൽ ഹെയർ പാക്ക് ഒന്നും ചെയ്യാൻ താല്പര്യമില്ലാഞ്ഞിട്ടല്ല, ടൈം കിട്ടാറില്ല, അതുകൊണ്ടാണ്. പിന്നെ ഓരോന്നായിട്ട് ഞാൻ DIYs ഇടാവുന്നതാണ് ഹെയർ കെയറിന് വേണ്ടിയിട്ടുള്ളത്. നോക്കൂ, ഇങ്ങനെ നന്നായി ചൂടായിട്ടുണ്ട്. ഒന്ന് സിമ്മാക്കി എടുക്കാവുന്നതാണ് കേട്ടോ. ഇത് വേവുന്ന നേരത്തിൽ നമുക്ക് വേറൊരു പാത്രത്തിൽ മാറ്റിയെടുക്കാവുന്നതാണ്. ഞാനൊരു ചെറിയ പാത്രം എടുത്തിട്ടുണ്ട്. അപ്പം നമുക്കൊന്ന് അരിപ്പയിലൊന്ന് മാറ്റിയെടുക്കാം. ചെറിയ ചൂടുള്ളപ്പോൾ തന്നെ നമുക്ക് മാറ്റിയാൽ തന്നെ അത് ജെല്ല് കട്ടി പിടിക്കാതെ നമുക്ക് ആറ്റിച്ചെടുക്കാൻ പറ്റുന്നതാണ്. ഇത് ഫ്ലാക്സ് സീഡ് ജെല്ലായിട്ടുണ്ട്. നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. അതായത് ഇത് എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് മെല്ലെ വേണം ഒന്ന് അരിച്ചെടുക്കാൻ. ചൂടോട് കൂടി തന്നെയാണ് ഞാൻ എടുക്കുന്നത്. ഒന്ന് സ്പൂൺ മാറ്റുന്നതാണ് കേട്ടോ. സ്പൂൺ മാറ്റിയിട്ട് നമുക്ക് എടുക്കാം. ഇതിൽ ഒഴിച്ചെടുക്കുന്നതാണ്.
അപ്പോൾ ചൂട് ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. അതായത് ഈ ഫ്ലാക്സ് സീഡ് ജെല്ല് ആയിട്ടുണ്ട്. ഇതൊന്ന് തണുത്തിട്ട് വേണം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് മുടിയിൽ. ഇതിൽ നിങ്ങൾ വിറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ആഡ് ചെയ്യാം. ഇല്ലെങ്കിൽ വെളിച്ചെണ്ണയോ, നിങ്ങൾ ഏത് എണ്ണ ഉപയോഗിക്കുന്നോ ആ എണ്ണ പോലും ഇട്ടിട്ട് ഹെയർ മാസ്ക് ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.